രാകേഷ്, ഈ ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാട് ഹൈക്കമാൻഡ് എടുക്കുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, തരൂർ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ മുഖമായി നിലനിൽക്കുന്നു. സർക്കാരും കേന്ദ്ര സർക്കാരും തരൂരും തമ്മിൽ വളരെ നല്ല രീതിയിലൊരു ബന്ധമുണ്ട്. ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിച്ച് തരൂരിനെ കൊണ്ടൊരു തീരുമാനം, ഈ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനോ മറ്റോ ഉള്ളൊരു തീരുമാനം എടുക്കേണ്ട എന്നതുകൊണ്ട് മാത്രമാണോ ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു പ്രകോപനം വേണ്ടെന്നൊരു നിലപാട് നിൽക്കുന്നത്? പക്ഷേ കേരളത്തിലെ നേതാക്കൾ എത്ര കണ്ട് അതിനോട് യോജിക്കാൻ സാധ്യതയുണ്ട്? ഇന്നലത്തെ ദിവസം തരൂർ ഉണ്ടാക്കിയ പൊല്ലാപ്പ് സ്വാഭാവികമായും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? അതെ ശ്രീജ, തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ് എന്ന് നമുക്ക് ഈ നിലമ്പൂർ വിഷയത്തെ പറയാം. കാരണം ശശി തരൂര് വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ശേഷം വീണ്ടും ഒരു വിദേശത്ത് പോയി. അതിനുശേഷം അദ്ദേഹം നാട്ടിലെത്തുന്നത് 2 ദിവസം മുമ്പ് മാത്രമാണ്. അപ്പോഴാണ്, പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും ഉണ്ടായില്ല എന്ന വിമർശനം തരൂരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മെയ് 25-ാം തീയതിയാണ്. അതിന് ഒരു ദിവസം മുമ്പ് തന്നെ ശശി തരൂർ വിദേശ പര്യടനത്തിന് പോയിരുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ഒരു സംഘത്തെ നയിച്ചത് ശശി തരൂരായിരുന്നു. 24-ാം തീയതി പുലർച്ചെ തന്നെ തരൂർ ഈ സംഘവുമായി US അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചിരുന്നു. മടങ്ങിയെത്തിയത് 4-ാം തീയതി മാത്രമാണ്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് എത്തിയ ശേഷം വീണ്ടും തരൂർ വിദേശത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ തരൂർ വിമർശനം നടത്തുമ്പോൾ സംസ്ഥാന നേതാക്കൾ ഏതായാലും അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് താരപ്രചാരകരുടെ പട്ടിക തന്നെ അവർ പുറത്തുവിട്ടു. ആ പട്ടികയിൽ ഏതാണ്ട് 8-ാമത്തെ പേരായി തരൂരിൻ്റെ പേരുണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തരൂർ തർക്കത്തിലാണ്. പ്രത്യേകിച്ച് ദേശീയ നേതാക്കളുമായി ഇടയുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് VD സതീശൻ അടക്കമുള്ള നേതാക്കളുമായി ശശി തരൂർ അകൽച്ചയിലാണ്. ഏതായാലും തരൂർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളോട് നേതൃത്വം ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാട് ഉണ്ട്. തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ BJPക്ക് അതൊരു രാഷ്ട്രീയ ആയുധമാക്കേണ്ടതില്ല എന്ന നിലപാടാണ്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ ശശി തരൂരിനെതിരെ ചില നേതാക്കളെങ്കിലും കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉദിത് രാജ് അടക്കമുള്ള നേതാക്കൾ ശശി തരൂർ മടങ്ങി വരുമ്പോൾ വിദേശ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ വക്താവാണ് തരൂർ തുടങ്ങിയ കടുത്ത വിമർശനത്തിലേക്ക് കടന്നപ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വം ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. പ്രകോപനം സൃഷ്ടിക്കേണ്ടതില്ല, ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതൃത്വം ഏതായാലും കടക്കേണ്ടതില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. ഏതായാലും അതിന് സമാനമായ നിലപാട് തന്നെ ഈ ഘട്ടത്തിലും തുടരാൻ തന്നെയാണ് സാധ്യത. അത്തരമൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏതായാലും AICCയുടെ ഭാഗത്തുനിന്ന് KPCC അടക്കം നൽകിയിരിക്കുന്നത്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.